കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഉറപ്പായി തന്നെ മുസ്ലിം ലീഗ് ആയിരിക്കും ഭരണം നടത്തുക. അത് നാം 2011 മുതൽ 16 വരെ കണ്ടിരുന്നു. മുസ്ലിം ലീഗ് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് 5-ാം മന്ത്രിയെയും അതോടൊപ്പം തന്നെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, സ്കൂളുകൾ എല്ലാം ഒരു പച്ചമയമായിരുന്നു, ഒരു പച്ച സർക്കാരായിരുന്നു. ആ പച്ച സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന ഭയം കൊണ്ടാണോ ഇപ്പോൾ വെള്ളാപ്പള്ളിയും ഇവിടെ പരാമർശങ്ങൾ ഉണ്ടാകുന്നത്? വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾക്ക് അനുകൂലമായി ഇന്നലെ തന്നെ NSSന്റെ പ്രതികരണം ഉണ്ടായി. കേരളത്തിൽ ആ പച്ച സർക്കാരിനെ ഭയന്ന് NSSും SNDP ഒന്നാവുകയാണോ? ആണ്. ആ രീതിയിൽ എൻ്റെ ഒരു നിഗമനവും വായന അനുസരിച്ച് SNDP NSS ഒന്നിച്ചാൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മുസ്ലിം ലീഗിനും ഒന്നും ചെയ്യുവാൻ പറ്റില്ല, ശക്തമാണ്. കാരണം ഒന്നിച്ചിട്ടുണ്ട്. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയും പട്ടംതാണ്ടുപിള്ളയും തമ്മിൽ കോൺഗ്രസും ഇടതുപക്ഷക്കാരും ഒന്നിച്ച് ഇവിടെ സ്വാതന്ത്ര്യം കിട്ടി EMSന് മുമ്പേ ഭരണം നടത്തിയിട്ടുള്ളതാണ്. അതേപോലെ താങ്കൾ പറഞ്ഞതുപോലെ പച്ച സർക്കാരായിരിക്കും. കഴിഞ്ഞ UDF പിണറായി വരുന്നതിന് മുമ്പ് വരുന്ന UDF ഗവൺമെൻറ് സമയത്ത് നമുക്ക് എന്തെല്ലാം വിവാദങ്ങൾ അറിയാമായിരുന്നു. ഇടതുപക്ഷം വരെ സമരം ചെയ്തിട്ടുണ്ട്. അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നപ്പം സാരികളെല്ലാം ടീച്ചർമാർ പച്ച സാരി കൊടുക്കണം. ഒരു ജനാധിപത്യ മതേതര സർക്കാർ ഒരു വിദ്യാഭ്യാസ മന്ത്രി സർക്കുലർ ഓർഡറിങ് പോകുകയാണ്. സ്കൂളിലെ പിള്ളേരെ പഠിപ്പിക്കുന്ന ബോർഡെല്ലാം പച്ച ബോർഡാക്കണമെന്ന് പറഞ്ഞു. ടീച്ചർമാരെല്ലാം പച്ച സാരി കൊടുത്ത് വെള്ള ബ്ലൗസ് ഇട്ട് വരണം. അങ്ങ് സർക്കുലറും കൊടുക്കുകയാണ്. സ്വാതന്ത്ര്യം ആർക്കും ഇല്ല. അവരുടെ മന്ത്രിസഭയുടെ മന്ത്രിമാരുടെ ഓഫീസ് കയറിപ്പോയാൽ ഇരിക്കുന്ന കസേരയിൽ ഇടുന്ന ടവല് തന്നെ പച്ച ടവലുകളാണ്. എന്തിനേറെ പറയുന്നത്, കലാകാലങ്ങളിൽ ലെറ്റർ പേഡ് അടിക്കുന്നത് ചുവപ്പുമല്ല കുങ്കുമവുമല്ല, വല്ലാത്തൊരു വയലറ്റ് കളറിലാണ് അശോക ചക്രവും MLA-മാരുടെ ഇത് അടിക്കുന്നത്. അവരുടെ ലെറ്റർ പേഡ് റെക്കമെൻഡ് നമ്മളെല്ലാം ചെന്ന് നോക്കണം. പച്ച ആനയും പച്ച ലെറ്റർ പേഡും പച്ച മഷി ഒപ്പുകളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ആരോടും പ്രകടനമില്ല, എല്ലാവരോടും തുല്യനീതിയോടുകൂടി ബന്ധുക്കൊക്കെ ഒന്നും സഹായിക്കില്ലെന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് കയറിയിട്ട് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാർ ഓർഡർ എടുക്കുക. അതുകൊണ്ട് NSSും SNDPയും ഒന്നിക്കണമെന്നാണ് ബഹുഭൂരിപക്ഷം കേരളത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത്. 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ അവർക്കാണ്. PWD തോന്നിയവാസമാണ്. അവരുടെ മലപ്പുറം കേരള സംസ്ഥാനം ഭരിക്കുന്നുവെങ്കിലും മലപ്പുറമാണ് തിരുവനന്തപുരം ഭരിക്കുന്നത്. വിദ്യാഭ്യാസം അവരുടെ കയ്യിലാണ്. ഗ്രാമപഞ്ചായത്ത് വകുപ്പ് അവരുടെ കയ്യിലാണ്. റവന്യൂ വകുപ്പ് അവരുടെ കയ്യിലാണ്. അപ്പോൾ കേരളത്തിലെ സാമ്പത്തിക ശേഷിയുള്ള പ്രധാന വകുപ്പുകളെല്ലാം പണക്കാട് നിന്ന് വിലപേശി വ്യവസായം അവരുടെ കയ്യിലാണ്. പിന്നെ കോൺഗ്രസിന് അവിടെ അതിനകത്ത് എന്താ അധികാരം? ഇപ്പോൾ അവർ പറയുന്നത് എന്താ? KM ഷാജി പ്രസംഗിച്ചല്ലോ. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെയും മുസ്ലിം മതത്തിൻ്റെയും ഉന്നമനത്തിന് വേണ്ടിയാണ്. 5-10 വർഷം ഭരണമില്ലാതിരുന്നപ്പോൾ ഒത്തിരി പേർ മുസ്ലിം ലീഗിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. ഇനി ഭരണം കിട്ടിയില്ല എങ്കിൽ മുസ്ലിം ലീഗ് എന്നുള്ള പാർട്ടി കാണുകയില്ല. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് KM ഷാജി പ്രസംഗിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനിയും പല അബ്ദുൾ റബ്ബുമാരും പല മന്ത്രിമാരും വരും. ഇവിടെ ഈ സമയത്തായിരിക്കും തീവ്രവാദങ്ങൾ കൂടുതലും. നമുക്കറിയാം, പണ്ട് കുഞ്ഞാലിക്കുട്ടി കരുണാകരൻ മന്ത്രിസഭയിലായിരുന്നപ്പോൾ ഏതോ ഒരു കേസിലുള്ള കാട്ടറബിയും കൊണ്ട് ദേശീയ പതാക വെച്ച കാറിൽ യാത്ര ചെയ്തു. അന്ന് ഭയങ്കര സമരങ്ങൾ DYFയും യുവമോർച്ചയെല്ലാം. ആരാണ് ആ അറബി? എന്തിനു വന്നു? ഗവൺമെൻറ്റിൻ്റെ ഒരു ലെറ്റർ പേഡിലോ രജിസ്റ്ററിലോ ഒന്നും ഒപ്പിട്ടിട്ടില്ല. ഇന്നാര് വന്നിട്ടുണ്ട്? വ്യവസായത്തിന് വേണ്ടി ഒന്നും വന്നവരല്ല. ആ സമയത്താണ് ഇവിടെ തീവ്രവാദങ്ങൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ മാറാട് പോലുള്ള സ്ഥലത്ത് കലാപം നടന്നിട്ടുള്ളത് UDF ഭരണകാലത്താണ്. അപ്പോൾ അധികാരമുള്ളപ്പോൾ ആ UDF മാറാട് കലാപം നടന്ന പ്രതി UDF അധികാരം നിന്ന് മുസ്ലിം ലീഗിന് വ്യവസായം കിട്ടിയപ്പോൾ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിൻ്റെ ചെയർമാനാക്കി. ഇതാണ് കേരളത്തിൽ NSSും SNDPയും പ്രകോപിക്കുന്നത്. ഇവിടെ വന്നാൽ അദ്ദേഹം പറയുന്നതാണ്,
വെള്ളാപ്പള്ളി പറഞ്ഞെന്താ, നായർ മുതൽ നായാടി നമ്പൂരി വരെ ഒന്നിക്കണം, അതിനകത്ത് നസ്രാണി മലപ്പുറത്തുള്ളവർ വേണ്ടെന്നാ പറയുന്നു. അല്ല, വി ഡി സതീശന്റെ നിലവിലെ പ്രശ്നം പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ സ്വന്തം കാറിൽ കയറ്റി, അതാണ് ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നത്. അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുമ്പോൾ ഒരു സമുദായത്തിൻ്റെ അമരക്കാരനാണ്. അവർ പമ്പയിൽ വന്ന സമയത്ത് CM-ന്റെ വണ്ടി കയറണം ചോദിച്ചുടനെ അദ്ദേഹം കയറിയെന്ന് തെറ്റേ. ഈ വി ഡി സതീശന്റെ പാർട്ടി പണ്ട് പിണറായി വിജയൻ മദനിയോടൊപ്പം ഇരുന്നപ്പോൾ ഈ വിമർശനം നാം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടില്ല, വി ഡി സതീശന്റെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടില്ല. മദനിയുടെ ഒരു കാല് നഷ്ടപ്പെട്ടു ശംഖുമുഖത്ത് ബക്കറ്റിൽ വെള്ളം തിളയ്ക്കുന്ന കഥകളുണ്ടായിരുന്നല്ലോ, വികസനെതിരെയുള്ള വിഭാഗീയത. ആ സമയം വേദി പങ്കിട്ടതാണ് മദനി. അതുപോലെ UDF ഭരണകാലത്ത് കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുഞ്ഞാലിക്കുട്ടി സാഹിബ് അറബിയെ കൊണ്ട് കറക്കിയത്. ഒരു തീവ്രവാദ അറബിയെ കൊണ്ട് കറക്കുന്നതിന് പോലെയാണോ വെള്ളാപ്പള്ളിയെ CM-ന്റെ കാർ കയറ്റിയത്? അവർക്ക് പല സാമുദായിക ആവശ്യങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങൾ സംസാരിക്കുവാൻ വെള്ളാപ്പള്ളി CM-ഉമായിട്ട് താല്പര്യമുണ്ട്. അത് സ്വകാര്യ സംഭാഷണമാണെങ്കിൽ കാറിൽ ഇരുന്നവർ യാത്ര ചെയ്ത് സംസാരിച്ചു വരും. ഇദ്ദേഹം അപ്പോഴപ്പോഴാന്ന് ദുബായിൽ പോണേ എന്തിനാണ് വി ഡി സതീശൻ? എന്ത് കേരളത്തിലെ രാഷ്ട്രീയ ചർച്ച നടന്നാലും ആര് കാലുമാറി പോണെങ്കിലും ദുബായിൽ വെച്ചാണ് ചർച്ച. അപ്പോൾ വി ഡി സതീശൻ്റെ ദുബായ് യാത്ര ദുരൂഹതയുണ്ട്, അത് അന്വേഷിക്കണം. അവിടെ ഇപ്പോൾ സന്ദീപ് വാര്യർ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് കാലുമാറിപ്പോയി, UDF-ലേക്ക് ചെന്നു. ഇപ്പോൾ ഗതികെട്ട പ്രേതം പോലെ നടക്കുന്നത് അത് വേറെ. ഈ ദുബായിൽ വെച്ചാണ് അത് പ്ലാൻ ചെയ്തത്. അല്ല, ഈ സതീശന്റെ ലക്ഷ്യം എന്താണ്? ഈ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടി തന്നെ ഒരു പച്ച സർക്കാർ വരുമ്പോൾ അതിന്റെ തലപ്പത്തെത്തുക എന്നതാണോ ഈ വി ഡി സതീശന്റെ ലക്ഷ്യം? അതെ, വി ഡി സതീശൻ ഇത്രയും കാലം കിടന്ന് പാടുപെടുന്നത് മുഖ്യമന്ത്രിയാവണം. അത് KC-യോ രമേശ് ചെന്നിത്തലയോ കൊടുക്കുവാൻ തയ്യാറല്ല. അങ്ങനെ നിനക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റുകയില്ല. ഇപ്പം കോൺഗ്രസ്സിൽ 5 മുഖ്യമന്ത്രിമാർ അവകാശമുണ്ടെന്നാണ് പലരും പറയുന്നത്, പല പത്രങ്ങളും പറയുന്നത്, പല സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരാണോ പ്രതിപക്ഷ നേതാവ് അതിന് യോഗ്യൻ മുഖ്യമന്ത്രി യോഗ്യൻ എന്നാണ് പറയുന്നത്. അതിന് ഏറ്റവും കൂടുതൽ 36-ൽ പരോ 38-ൽ പരോ ഇപ്പോൾ കൂടുതൽ സീറ്റ് ചോദിക്കും. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതിൽ നിന്നും കൂടുതൽ സീറ്റ് ചോദിക്കും. 25 കൂടുതൽ, എന്തായാലും 30 അടുപ്പിച്ച് സീറ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു മലപ്പുറം പോലുള്ള കോഴിക്കോട് പോലുള്ള മേഖലകളിൽ നിന്ന് എങ്ങനെയായാലും മുസ്ലിം ലീഗ് ഒരു 25-28 MLA ജയിച്ച് വരികയാണെങ്കിൽ മുസ്ലിം ലീഗ് ആവശ്യപ്പെടും UDF-ൽ നിന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായാൽ മതി. ആ ഒരു പച്ച സർക്കാരിന് വേണ്ടി മുസ്ലിം ലീഗ് കുട പിടിച്ചു കൊടുക്കും. ഇപ്പം ഇവരുടെ ഒരു ഗ്രീൻ MLA-മാരെന്നും പറഞ്ഞുകൊണ്ട് ഒരു കാലത്ത് നടന്നല്ലോ. ആ ഗ്രീൻ MLA-മാരെന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ ഉദ്ദേശിച്ചാണ് ഗ്രീൻ MLA എന്ന് പറഞ്ഞത്. NI ബലറാം, ഷാഫി പറമ്പിൽ, വി ഡി സതീശൻ, നമ്മളെ ഇപ്പോഴാണ് പച്ച TN പ്രതാപൻ. അല്ല, അവര് പറഞ്ഞ ഹരിത ഇപ്പോഴാണ് ഹരിത, യഥാർത്ഥ പണ്ട് അവർ പറഞ്ഞത് ശരിക്കും മുസ്ലിം ലീഗ് ഈ ഹരിത MLA-മാരുടെ കൂടെ എന്നുള്ള ഉദ്ദേശമാണ്, അല്ലാതെ ഇവിടുത്തെ പ്രകൃതി ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഹരിത പറഞ്ഞതല്ല. ചേട്ടാ പറയാ ഇപ്പൊ കറക്റ്റ് ആണ്. അതെ, VT ബലറാം, ഷാഫി പറമ്പിൽ, പ്രതാപൻ ഇവരെല്ലാം ആണ് ഹരിത MLA. കാരണം ബലറാം ആരാണ്? മലപ്പുറം ജില്ല വിഭജിക്കുന്ന മനുഷ്യനാണ് VT ബലറാം. ഷാഫി പറമ്പിൽ പിന്നെ പറയുന്നത് SDP ഏജന്റ് ആണ്. പിന്നീട് ഉള്ള വി ഡി സതീശൻ പച്ച സർക്കാർ പ്രതാപനാണെങ്കിൽ ഹമാസിന്റെ സ്നേഹിതനാണ്. അവിടെ പോയിട്ടുണ്ടല്ലോ. ഏത് വിദേശയാത്രയിലും തീവ്രവാദികളുടെ ആൾക്കാരുമായിട്ട് സംസാരിക്കുവാൻ പോണത് TN പ്രതാപനാണ്. അത് തൃശ്ശൂരുള്ളവർക്ക് വ്യക്തമായിട്ട് അറിയാം. തോൽപ്പിക്കുമെന്ന് പേടിച്ചു. അതെ, അവിടെ സാധാരണ ഈ പച്ച ഗ്രീൻ MLA-മാർക്ക് വേണ്ടി മുസ്ലിം ലീഗും തീവ്രവാദ ബന്ധമുള്ളവരും എല്ലാ മുസ്ലിങ്ങളെയും അടിച്ചാക്ഷേപിക്കുവാൻ ഞാൻ തയ്യാറല്ല. ഈ രാജ്യത്തോട് സ്നേഹമുള്ള മുസ്ലിം സഹോദരങ്ങളുണ്ട്, നമ്മളെ തന്നെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല. ഈ കുറച്ച് തീവ്രവാദം കാണിക്കുന്നവർ കൊണ്ട് നല്ല മുസ്ലിം ഇന്ത്യൻ സ്നേഹ മുസ്ലിങ്ങളെ ചീത്തയാക്കുകയാണ്. പല മുസ്ലിം സഹോദരന്മാരും പറഞ്ഞു ഈ പഹയന്മാരെ കൊണ്ട് നമുക്ക് വെളിയിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ഉള്ള സംഘടനകളിൽ ഈ 5 MLA-മാർക്ക് ഗ്രീൻ MLA, ആ ഗ്രീൻ MLA-യുടെ പിന്തുണയാണ് മുസ്ലിം ലീഗിന് വി ഡി സതീശനുള്ളത്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ എനിക്ക് മുഖ്യമന്ത്രിയാവാൻ ഒക്കുകയുള്ളൂ സ്വയം അവകാശപ്പെടുകയാണ്. ഇതിന് കേസ് സമ്മതിക്കുകയില്ല, രമേശ് ചെന്നിത്തലയും സമ്മതിക്കുകയില്ല, സുധാകരനും സമ്മതിക്കുകയില്ല. അതാണ് ഗ്രീൻ MLA പറഞ്ഞ് സതീശൻ നടക്കുന്നതും
എപ്പോഴും സതീശൻ വിദേശയാത്ര, എപ്പോഴും TN പ്രതാപൻ വിദേശയാത്ര, ഷാബി പറമ്പിൽ, VT ബൽറാം, ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടുകൾ നമ്മൾ പരിശോധിച്ചാൽ ജിഹാദുകളുമായിട്ട് ബന്ധങ്ങളുള്ള MLA-മാരാണ്. അതുകൊണ്ടാണ് ഇവർ വന്നാൽ മാത്രമേ മുസ്ലിം ലീഗ് മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയും. പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മുകളിൽ നിന്ന് ഇവർ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ ഒക്കില്ല. ഉദാഹരണത്തിന് പുത്തരിക്കണ്ടത്ത് ഇന്നലെ നടന്ന സമ്മേളനം തന്നെ നോക്കാം. 2 ദിവസത്തിന് മുമ്പേ കാന്തപുരത്തിൻ്റെ സമ്മേളനം. അവരുടെ ആവശ്യങ്ങൾ എന്തായിരുന്നു? അവരുടെ മതപരമായ ആവശ്യങ്ങളാണ്. അവിടുത്തെ ഹിന്ദുക്കൾ എന്തെങ്കിലും ആവശ്യം ഇതുപോലെ ആവശ്യപ്പെടുകയാണെങ്കിൽ അവർ സമ്മതിക്കുമോ? സമസ്ത മതപരമായ ആവശ്യമാണ്. ഈ സമസ്തയും ഇവരും എല്ലാം മുസ്ലിം ലീഗ് ഞമ്മൻ്റാളെന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കും. ഈ കേരളം ഇന്ന് ഇവർ പറഞ്ഞ് കേരളം ഹിന്ദുക്കൾ ശോഷിച്ചു വരുന്നു. 48% ഹിന്ദു ആയി വരുന്നു. ഇവർക്കെല്ലാം ഒരു കാലഘട്ടത്ത് ഹിന്ദു രാജാക്കന്മാരാണ് ഇവിടെ അഭയം കൊടുത്തിരുന്നത്. ഇന്ന് അവർ കുടുംബക്കാരായി, മറ്റവരെല്ലാം കുതിരക്കാരായി. ആ ഒരവസ്ഥയിൽ ഇനിയൊരു UDF ഗവൺമെൻറ് വരികയാണ് എങ്കിൽ ഇവിടെ നിരവധി SNDPയിലുള്ളവരും NSS ഉള്ളവരും ഒരുപാട് തിക്താനുഭവങ്ങൾ വരുമെന്ന് വെള്ളാപ്പള്ളിക്കറിയാം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ സുകുമാരൻ നായർ സാറുമായിട്ട് സംവദിച്ചു. സുകുമാരൻ നായർ സാർ എന്ന് പറഞ്ഞല്ലോ, നമുക്കൊരു പിണക്കവുമില്ല, അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. ചർച്ച നടന്നാൽ നല്ലതാണെന്നുള്ള സ്വരത്തിലാണ് പെരുന്നയിൽ നിന്ന് സുകുമാരൻ സാറിൻ്റെ ആ ഒരു വാക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ടൊരു നിരീക്ഷകർ എന്നുള്ള നിലയിൽ, കേരളത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഇവിടെ ഒരു മതേതര സർക്കാർ എന്ന് പറഞ്ഞ് മുഖം മൂടി അണിഞ്ഞു വരുന്ന ആട്ടുംതോലിട്ട ചെന്നായ്ക്കളായിരിക്കും UDF, ഈ പറഞ്ഞ ഗ്രീൻ MLA-മാർ. അതുകൊണ്ട് SNDP NSS ഒന്നിച്ച് ഈ ഒരു പോക്ക് വരിക ബുദ്ധിപൂർവ്വമുള്ള തന്ത്രം പിണറായിക്ക് അറിയാം. അതുകൊണ്ടാണ് പിണറായി പറയുന്നത് മൂന്നാമതും ഇടതുപക്ഷം തന്നെ ഭരിക്കുമെന്ന് പറയാൻ ഇവർ രണ്ടുപേരും പ്രവർത്തിച്ചാൽ മതി. ഇങ്ങനെ ജിഹാദികളായിരിക്കും കേരളം ഭരിക്കുന്നത്. നിങ്ങൾക്കിവിടെ ന്യൂനപക്ഷങ്ങൾ ആയി മാറിക്കൊണ്ടിരിക്കും. ആനുകൂല്യങ്ങൾ, വ്യവസായം, വിദ്യാഭ്യാസം, പൊതുമരാമത്ത്, PWD, ടൂറിസം, എല്ലാ പ്രധാന വകുപ്പും അവർ കൊണ്ടുപോകും. മലപ്പുറമായിരിക്കും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ്. അവസാനം എന്തിനേറെ പറയുന്നു, ഇവരുടെ ഭരണം ഉണ്ടായിരുന്ന സമയത്താണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കോഴിക്കോട് എയർപോർട്ടിൽ മുസ്ലിം ലീഗിൻ്റെ പതാക ഉയർത്തി, ദേശീയ പതാക നടത്തിയിട്ട്. അപ്പോൾ അത്തരത്തിൽ എയർപോർട്ടിനകത്ത് പതാക ഉയർത്തിയ പാർട്ടിയാണ്, പാകിസ്ഥാൻ പതാക ഉയർത്തിയ പാർട്ടിയാണ്. അപ്പോൾ അങ്ങനെ അധികാരവും പോലീസും ഭരണവും കയ്യിലുണ്ടായിരുന്ന ഇതിനപ്പുറം നടക്കൂലേ? അതുകൊണ്ട് SNDP NSS ഒന്നിക്കണം. വീണ്ടും ജിഹാദികളുടെ ഒരു ഗവൺമെൻറ് ഇവിടെ വരുവാൻ പാടില്ല.